രാജഭവനം. സങ്കടത്തോടെയും ഭയത്തോടെയും കൂടി മാത്രമേ ഈ രാജധാനിയെ സമീപിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരുന്നു. അവനിങ്ങനെ മുമ്പോട്ട് നടന്നപ്പോൾ ദമനകൻ വിവരിച്ച പ്രകാരം പിങ്കളകൻ ഇരിക്കുന്നത് കണ്ടു. എങ്ങനെയൊക്കെയാണ് മുമ്പേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലക്ഷണം. അപ്പോൾ ഭയപ്പെട്ടു. നമസ്കരിക്കാതെ വേഗം ദേഹമൊക്കെ ഒതുക്കി കുറച്ച് ദൂരെ ചെന്നിരുന്നു. അപ്പോൾ സഞ്ജീവകൻ അങ്ങനെ ചെയ്തപ്പോൾ ദമനകൻ പറഞ്ഞതെല്ലാം ഓർമ്മിച്ച പിങ്കളകൻ കോപത്തോടെ അവൻ്റെ മേലെ അങ്ങോട്ട് ചാടി വീണു. അങ്ങനെ അവർ തമ്മിൽ കൊല്ലണം എന്നുള്ള വിചാരത്തോടെ നഖം കൊണ്ട് മാന്തി പറിച്ചും കൊമ്പ് കൊണ്ട് കുത്തിയിട്ടും ഒക്കെ രക്തത്തിൽ കുളിച്ചങ്ങനെ അവർ രണ്ടുപേരും കൂടി യുദ്ധമായി. അത് കണ്ടപ്പോൾ കരടകൻ ദമനകനോട് പറഞ്ഞു, നീ ചെയ്തത് എന്തായാലും നന്നായില്ല. പ്രയാസപ്പെട്ട് നേടാവുന്ന കാര്യങ്ങൾ ദണ്ഡോപായം പ്രയോഗിക്കാതെ സാമോപായം കൊണ്ട് നിർവഹിക്കണ മന്ത്രിയാണ് നീതികുശലൻ. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നുണ്ട്. ദണ്ഡം എന്ന് പറയുന്നത് അവസാനം ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ള സാമം, ദാനം, ഭേദം ഇതൊന്നും ഫലിക്കാതെ വരുമ്പോഴേ ദണ്ഡം പാടുള്ളൂ. അവസാനത്തെ പ്രയോഗമാണ് ദണ്ഡം. ഈ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഈ ദണ്ഡം എന്ന് വെച്ചാൽ ഈ ശിക്ഷകൾ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. നീചന് അന്യൻ്റെ കാര്യത്തിൽ ദോഷം ചെയ്യാൻ പറ്റും നീചന്മാർക്ക്. നമ്മുടെ രാജാവ് മരിക്കുകയാണെങ്കിൽ വലിയ കഷ്ടമാണ്. സഞ്ജീവകനാണെങ്കിലോ പ്രാണഭയം കൊണ്ട് തന്നെ ചത്തും പോവും. അല്ലെങ്കിൽ ഇതൊന്നും നിൻ്റെ കുറ്റമല്ല, പ്രഭുവിൻ്റെ കുറ്റമാണ്. നീചജനങ്ങൾ പറയുന്നതനുസരിക്കുന്ന രാജാവ് നല്ല വഴി കൂടി അല്ല നടക്കുക. കൂടെ നന്മ നിറഞ്ഞവരില്ലാത്ത പ്രഭു നശിക്കുകയുള്ളൂ. ഞാൻ എന്തിനാ അതൊക്കെ പറയണേ? മൂഢനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് ഉണ്ടാവുക. സൂചിമുഖി പക്ഷി കുരങ്ങനെ ഉപദേശിക്കാൻ ചെന്ന കഥ കേട്ടിട്ടില്ലേ? ഈ ദമനകൻ ഇങ്ങനെ ദുഷ്ടത്തരം ഉപദേശിച്ചു കൊടുക്കണത് കൊണ്ടാണല്ലോ ഇവർ രണ്ടുപേരും കൂടി ഇപ്പം തെറ്റി പിരിഞ്ഞ യുദ്ധത്തിലായത്. അതുകൊണ്ട് കരടകൻ പറയുകയാണ്, ദമനകനെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല, നീചനാണ് ദമനകൻ അല്ലേ? അപ്പോൾ സൂചിമുഖി പക്ഷി കുരങ്ങനെ ഉപദേശിക്കാൻ പോയ കഥ നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദമനകൻ പറഞ്ഞു, അത് ഞാൻ കേട്ടിട്ടില്ല. കരടകൻ അപ്പോൾ ആ കഥ പറയാൻ തുടങ്ങും. സൂചിമുഖി പക്ഷിയുടെയും കുരങ്ങൻ്റെയും കഥ. അത് നമുക്ക് അടുത്ത തവണ കേൾക്കാം. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.